ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി ഏഴാമത്തെ ദിവസം 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതി ഞായറാഴ്ച. അന്നാണ് നവരാത്രിയുടെ ഏഴാമത്തെ ദിവസം. അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം എന്ന് പറയുന്നത് കാളരാത്രിയാണ്. അതായത് ഈ രൂപത്തിൽ കേരളത്തിൽ നമ്മൾ ഭഗവതിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കറുത്ത നിറത്തിലുള്ള ഭഗവതിയാണ്, കറുത്ത നിറത്തിലുള്ള പാർവതീ ദേവിയാണ് കാളരാത്രി. പാർവതീ ദേവിയുടെ ഉഗ്രരൂപമാണ്. കഴുതപ്പുറത്താണ് ഭഗവതി സഞ്ചരിക്കുന്നത്. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. വലതു കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇടതു കൈകളിൽ വാളും അതുപോലെ തന്നെ ഒരു ഇരുമ്പ് കൊളുത്തുമാണ് പിടിച്ചിരിക്കുന്നത്. വളരെ രൗദ്രഭാവത്തിലിരിക്കുന്ന ഭഗവതി ആണെങ്കിൽ പോലും ദേവിയുടെ വലതു കൈകൾ അഭയമുദ്രയും വരദമുദ്രയും സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ദേവി സ്നേഹമുള്ളവളാണ്, ദയാലുവാണ്. ഭക്തർക്ക് വാരിക്കോരി ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നവളാണ്. അതുകൊണ്ട് തന്നെ ശുഭകരി എന്നൊരു നാമം കൂടി ദേവിക്ക് ഉണ്ട്. ശുംഭനിശുംഭന്മാരെ വധിക്കുന്ന ചണ്ഡികയുടെ ശങ്കരിയുടെ രൂപമാണ് കാളരാത്രി രൂപം. ആരാണ് ശുംഭനിശുംഭന്മാർ? നമ്മൾ നവരാത്രിയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ആ സമയത്ത് ഭഗവതിയുടെ രൂപം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഓരോ ദേവിമാരെ സംബന്ധിച്ചിട്ടുള്ള കഥകളും നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാർത്യായനി ദേവിയെ പറ്റി പറഞ്ഞപ്പോൾ മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രീ പാർവതീ ദേവിയുടെ രൂപമാണ് കാർത്യായനി ദേവി എന്ന് പറയുകയും ആ മഹിഷാസുര വധത്തെ പറ്റി നമ്മൾ വർണ്ണിക്കുകയും ചെയ്തു. അതുപോലെ ഓരോ ദേവിമാരെ പറ്റി പറയുമ്പോഴും നമ്മൾ കഥ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ കഥയായി പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ പറയണോ അതോ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയോ? അതായത് ഭഗവതി എന്ത് വഴിപാട് നടത്തണം, ഏതാണ് നിറം, അങ്ങനെ ഒരു 4-5 വാക്കുകളിൽ അങ്ങനെ പറഞ്ഞ് ഒതുക്കിയാൽ മതിയോ? ആ കാര്യമൊക്കെ നിങ്ങളൊന്ന് പറയണം. കഥ കേൾക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈ കഥകളും ഈ കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു, ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിനായിട്ട് ശ്രീ പാർവതീ ദേവി കാളരാത്രി രൂപം പൂണ്ടു എന്ന് പറഞ്ഞു. ആരാണ് ശുംഭനും നിശുംഭനും? ശുംഭനും നിശുംഭനും വലിയ പരാക്രമശാലികളായ അസുരന്മാരായിരുന്നു. അവര് രണ്ടുപേരും കൂടി ദേവലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു. അതോടുകൂടി ദേവന്മാർക്ക് ഇരിക്കപ്പുറതയില്ലാതായി. അങ്ങനെ
ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. അതായത് ഭഗവതിയെ ചെന്ന് കാണുക, ദേവി നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ചെയ്തു തരും. ഇങ്ങനെ വിചാരിച്ച് ദേവന്മാർ ഭഗവതിയെ കാണാനായിട്ട് പോയി. ആ സമയത്താണ് ശ്രീ പാർവതി ദേവി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ട് ആ വഴി വന്നത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ദേവന്മാർ ഭഗവതിയെ സ്തുതിച്ചു. ദേവന്മാരുടെ ഈ സ്തുതി വാക്കുകളൊക്കെ കേൾക്കുന്ന ദേവി ദേവന്മാരോട് ചോദിക്കുകയാണ്, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചതും ദേവിയുടെ ശരീരത്തിൽ നിന്നും മംഗളസ്വരൂപിണിയായ ഒരു ശക്തി ആവിർഭവിച്ചു. ആ ശക്തി പാർവതീ ദേവിയോട് പറയുകയാണ്, അമ്മേ, ശുംഭനിശുംഭന്മാരാൽ സ്വർഗത്തിൽ നിന്നും ഓടിക്കപ്പെട്ട ദേവന്മാർ എന്നെയാണ് സ്തുതിച്ചത്. ഇങ്ങനെ ആ ദേവി പാർവതീ ദേവിയോട് പറയുന്നു. അങ്ങനെ പാർവതീ ദേവിയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ ആ ദേവിയാണ് പിന്നീട് കൗശികി എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ആ ശക്തി പുറത്തു വന്നപ്പോൾ ഗൗരിയുടെ ദേഹം കൃഷ്ണവർണ്ണമായി തീർന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണവർണ്ണം എന്താണ്? കറുത്ത നിറം. ഗൗരിക്ക് വെളുത്ത നിറമായിരുന്നു. ഈ ശക്തി പുറത്തു വന്നതോടുകൂടി പാർവതീ ദേവിയുടെ ശരീരത്തിന് കൃഷ്ണവർണ്ണമുണ്ടായി. അതിനാൽ അന്നു മുതൽ ദേവിയെ കാളിക എന്ന പേരിലും അറിയപ്പെട്ടു. ദേവന്മാരെ അങ്ങനെ അനുഗ്രഹിച്ച് അയച്ചതിനു ശേഷം ദേവി ശുംഭനിശുംഭന്മാരെ വധിച്ച് ദേവന്മാരെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചു. അതിനുശേഷം ഒരു തീരുമാനത്തിൽ ദേവി എത്തിച്ചേരുകയും ചെയ്തു. ദേവി അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറി. അതിനുശേഷം ഹിമാലയ സാനുക്കളിലേക്ക് ഭഗവതി പോയി. അവിടെ ആ കാട്ടില് ഊഞ്ഞാലാടിയും പാട്ടുപാടിയും ഒക്കെ ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ചണ്ഡനും മുണ്ടനും ആ വഴിയെ വന്നത്. ചണ്ഡനും മുണ്ടനും ആരാണ്? ശുംഭന്റെയും നിശുംഭന്റെയും ഭൃത്യന്മാരാണ് ഈ ചണ്ഡനും മുണ്ടനും. അതിസുന്ദരിയായ ഈ സ്ത്രീയെ കണ്ടതും ഇവർ രണ്ടുപേരും കൂടി ശുംഭന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഹിമാലയ സാനുക്കളിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടെന്നും ആ സ്ത്രീയെ അങ്ങയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെക്കണം എന്നുമൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം ഈ ലോകത്തിലെ എല്ലാ മഹത്തരങ്ങളായ വസ്തുക്കളെയും, അതായത് ഐരാവതം, പാരിജാതം മുതലായ എല്ലാ വസ്തുക്കളെയും ഈ ശുംഭനും നിശുംഭനും മോഷ്ടിച്ച് അല്ലെങ്കിൽ കവർന്നെടുത്തിട്ട് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ അതിസുന്ദരിയായ ഈ സ്ത്രീയെ കൂടി കൊട്ടാരത്തിൽ കൊണ്ടുവെക്കണമെന്ന് ചണ്ഡനും മുണ്ടനും പറയുന്നു. ഈ ചണ്ഡന്റെയും മുണ്ടന്റെയും ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ശുംഭന്റെ മനസ്സ് ഇളകി. അങ്ങനെ സുഗ്രീവൻ എന്ന ദൂതനെ ശുംഭൻ വിളിക്കുകയാണ്. എന്നിട്ട് ശുംഭൻ സുഗ്രീവനോട് പറയുകയാണ്, അവിടെ ഹിമാലയ സാനുക്കളിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് ചണ്ഡനും മുണ്ടനും വന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൊട്ടാരത്തിലേക്ക് വരാനായി ആ സ്ത്രീയോട് നീ ചെന്ന് പറയണം. സ്ത്രീയാണ്, അധികം വിഷമിപ്പിക്കരുത്, കാര്യം പറയുക, എങ്ങനെയെങ്കിലും സൂത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് ശുംഭൻ പറഞ്ഞത്. അങ്ങനെ സുഗ്രീവൻ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഭഗവതിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ശുംഭൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സുഗ്രീവൻ ദേവിയോട് പറയുന്നു. ഉടൻ തന്നെ ദേവി പറയുകയാണ്, അല്ലയോ സുഗ്രീവ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ശുംഭനും നിശുംഭനും ഈ ലോകത്തിൻ്റെ നാഥന്മാർ തന്നെയാണ്. എന്നാൽ നീ പറയുന്നത് അനുസരിക്കാൻ എനിക്കല്പം വിഷമമുണ്ട്. ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതായത്
എന്നെ ആരാണോ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അവരെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ചെന്ന് നിന്റെ യജമാനന്മാരോട് പറയുക, എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ ഞാൻ അവരുടെ ഭാര്യയായിക്കൊള്ളാം, നീ ചെന്ന് പറയുക എന്ന് സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവൻ പലതരത്തിൽ പ്രലോഭിപ്പിച്ചു. പക്ഷേ ദേവി അതിന് സമ്മതിച്ചില്ല, തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അങ്ങനെ സുഗ്രീവൻ മടങ്ങി വന്ന് എല്ലാ വിവരങ്ങളും ശുംഭനോട് പറഞ്ഞു. ശുംഭൻ എന്തു ചെയ്തു? ധൂമ്രലോചനൻ എന്ന സേനാനായകനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരിക, ഇനി വന്നില്ലെങ്കിൽ അവളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരണം. അവളെ രക്ഷിക്കാൻ ഇനി ഏതെങ്കിലും യക്ഷനോ ദേവനോ ഗന്ധർവനോ ആരെങ്കിലും വന്നാൽ അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്കുക. ഇങ്ങനെയാണ് ശുംഭൻ ധൂമ്രലോചനനോട് പറഞ്ഞത്. ധൂമ്രലോചനൻ കുറച്ചു സേനകളെയും എല്ലാം കൊണ്ടാണ് ദേവിയെ കാണാനായിട്ട് പുറപ്പെട്ടത്. ദേവിയോട് ശുംഭനെ വിവാഹം കഴിക്കാനായിട്ട് പറയുന്നു. പക്ഷേ ദേവി പറഞ്ഞ ആ ശബദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതായത്, എന്നോട് യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്ത് എന്നെ ആരാണോ തോൽപ്പിക്കുന്നത് അവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ധൂമ്രലോചനൻ ദേവിയെ പിടിച്ചു കെട്ടാനായിട്ട് ചെല്ലുന്നു. ഉടൻ തന്നെ ദേവി ഒരു ഹുങ്കാരം പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. ആ ഹുങ്കാരത്തിൽ ധൂമ്രലോചനൻ ദഹിച്ചുപോയി. കുറെ സൈന്യങ്ങളെ കൂട്ടിയാണല്ലോ വന്നത്. അവര് ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. ഉടൻ തന്നെ ദേവിയുടെ വാഹനമായ സിംഹം അവരെയെല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ ദേവിയുടെയും സിംഹത്തിൻ്റെയും ആക്രമണത്തിൽ നിന്നും കുറച്ചാളുകൾ രക്ഷപ്പെട്ടു. അവര് ഓടിച്ചെന്ന് ശുംഭനോട് ധൂമ്രലോചനനെ ദേവി വധിച്ച കാര്യവും അവിടെ നടന്ന മറ്റു കാര്യങ്ങളെ പറ്റിയുമൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ദേഷ്യത്തോടു കൂടി ഇതെല്ലാം കേട്ട ശുംഭൻ ഉടൻ തന്നെ ചണ്ഡനെയും മുണ്ടനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീയെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരിക എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ ഈ ചണ്ഡനും മുണ്ടനും കുറച്ച് സേനകളോടുകൂടി ദേവിയെ കാണാനായിട്ട് പോവുകയും ദേവിയോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ചണ്ഡനെയും മുണ്ടനെയും ഭഗവതി കൊന്നു. അങ്ങനെ ചണ്ഡനും മുണ്ടനും മരിച്ചു എന്നറിഞ്ഞ ശുംഭൻ വളരെ ദേഷ്യത്തോടു കൂടി തൻ്റെ മന്ത്രിസഭയിലേക്ക്, രാജധാനിയിലേക്ക് പോവുകയും എല്ലാവരെയും വിളിച്ചിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് യുദ്ധത്തിന് പോകാം എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ശുംഭനും നിശുംഭനും തൻ്റെ സേനകളോടുകൂടി ദേവിയോട് യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ നടന്ന ഘോരമായ യുദ്ധത്തിൻ്റെ ഇടയിൽ രക്തബീജൻ എന്ന അസുരനെ ഭഗവതി വധിക്കുന്നു. ഈ യുദ്ധത്തിൽ ദേവിയെ സഹായിക്കുന്നതിനായി ആരെത്തിച്ചേരുന്നു? സപ്തമാതാക്കൾ എത്തിച്ചേരുന്നു. അസുരനാശത്തിനും ദേവിയുടെ സഹായത്തിനും വേണ്ടി ബ്രഹ്മാവ്, മഹേശ്വരൻ, കാർത്തികേയൻ, വിഷ്ണു, വരാഹം, നരസിംഹം, ഇന്ദ്രൻ എന്നിവരുടെ ശക്തികൾ അവരുടെ രൂപം സ്വീകരിക്കുകയും ആയുധങ്ങളോടുകൂടി ഭഗവതിയെ സഹായിക്കുന്നതിനായി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അതാണ് സപ്തമാതാക്കൾ. ബ്രഹ്മാണി തൻ്റെ കമണ്ഡലുവിലുള്ള ജലം തളിച്ച് ശത്രുക്കൾ ഏതു ഭാഗത്തേക്ക് ഓടുമ്പോഴും അവരുടെ വീര്യപരാക്രമങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്തത്. മഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ചക്രം കൊണ്ടും കൗമാരി ശക്തി കൊണ്ടും അസുരന്മാരെ യുദ്ധത്തിൽ നശിപ്പിച്ചു. ഐന്ദ്രിയുടെ വജ്രാഘാതമേറ്റ് 100 കണക്കിന് അസുരന്മാർ അവരുടെ ദേഹത്തിൽ നിന്നും
രക്തം പ്രവഹിപ്പിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ വീണു മരിച്ചു. വരാഹിയും തൻ്റെ മുഖം കൊണ്ടും ദംഷ്ട്ര കൊണ്ടും ചക്രം കൊണ്ടും അനേകം അസുരന്മാരെ വധിച്ചു. നരസിംഹി ഉറക്കെ ഗർജിച്ചുകൊണ്ടും അസുരന്മാരെ കൊന്നു തിന്നുകൊണ്ടും സംതൃപ്തിയോടുകൂടി യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു. മഹേശ്വരിയുടെ അട്ടഹാസം കേട്ടിട്ട് തന്നെ പല അസുരന്മാരും വീണു മരിച്ചു. അങ്ങനെ ഈ സപ്തമാതാക്കൾ പല തരത്തിൽ ദേവിയെ ആ യുദ്ധത്തിൽ സഹായിച്ചു. ആ യുദ്ധത്തിലാണ് രക്തബീജവധം നടന്നത്. വളരെ പ്രത്യേകമായ ഒരു ശക്തിയുള്ള അസുരനാണ് രക്തബീജൻ. അവന്റെ ഓരോ തുള്ളി രക്തവും നിലത്തു വീഴുമ്പോൾ അവനെ പോലെ പരാക്രമശാലികളായ അസുരന്മാർ അതിൽ നിന്നും ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകും എന്ന ഒരു വരം അവൻ വാങ്ങിയിട്ടുണ്ട്. ആ നിലയിൽ അവനെ ജയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഭഗവതിയുടെ ആജ്ഞ അനുസരിച്ച് കാളീദേവി അവിടേക്ക് വരികയും ഇവന്റെ ശരീരത്തിൽ നിന്നും, അതായത് രക്തബീജന്റെ ശരീരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന രക്തങ്ങളെല്ലാം ഭൂമിയിൽ വീഴാതെ കാളി കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ യുദ്ധം അവിടെ നടക്കുകയും ആ യുദ്ധത്തിലാണ് രക്തബീജൻ മരണപ്പെടുകയും ചെയ്തത്. വളരെ വിശദമായി പഠിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് അതെല്ലാം. അത് ദേവി ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ നമുക്ക് ആ കഥ പറയാം. അങ്ങനെ ആ വലിയ യുദ്ധത്തിൻ്റെ ഒടുവിൽ ദേവി ശുംഭനെയും നിശുംഭനെയും വധിച്ചു. അങ്ങനെ ശുംഭ നിശുംഭ വധം ചെയ്ത ശ്രീ പാർവതീദേവിയുടെ രൂപമാണ് കാളരാത്രി. ഈ യുദ്ധത്തിൽ ദേവി അതിക്രൂരയായും ക്രുദ്ധയായും കാണപ്പെട്ടു എങ്കിലും തന്നെ ആശ്രയിക്കുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്നവളുമാണ് കാളരാത്രി രൂപത്തിലുള്ള അംബിക. കാരണം അതിഘോരമായ ഒരു യുദ്ധം ആണ് അവിടെ നടന്നത്. ആ യുദ്ധത്തിൻ്റെ അവസാനമാണ് ശുംഭനെയും നിശുംഭനെയും വധിച്ചത്. അംബിക അത്രയും കാരുണ്യത്തോടു കൂടിയാണ് ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടത്. അത്രത്തോളം ഭക്തവത്സലയാണ് ഭഗവതി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി നമുക്ക് ശർക്കര ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാം. ഒന്നുകിൽ ശർക്കര മാത്രമായി സമർപ്പിക്കാം, അതല്ലെങ്കിൽ ശർക്കര പായസം, അതായത് കടും പായസം എന്ന് നമ്മൾ പറയും. ധാരാളം ശർക്കര ചേർത്തിട്ടുള്ള ആ കറുത്ത കളറിലുള്ള പായസം, അത് ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശനിദശാകാലത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ, കണ്ടകശനി, ഏഴരശനി, അങ്ങനെയൊക്കെയുള്ള ശനിദോഷങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ ജാതകത്തില് ശനി ദോഷസ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ തന്നെ ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി, അതിനൊരു വഴി കാണിച്ചു തരുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുക. കാരണം സത്യസന്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി നിങ്ങളെ കാത്തുരക്ഷിക്കും. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം, അത് ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ്. നീല നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ്. ഇനി എല്ലാവർക്കും നീല നിറത്തിലുള്ള ശംഖുപുഷ്പം കിട്ടുന്നില്ലെങ്കിൽ കടും നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പുഷ്പം, ഒന്നുകിൽ നല്ല കടുത്ത റോസാപ്പൂവ്, അല്ലെങ്കിൽ നല്ല കടും ചെത്തിപ്പൂവ്, ഇതൊക്കെ തന്നെ ഭഗവതിക്ക് പ്രിയങ്കരമാണ്. കൂടുതൽ ഇഷ്ടം
നീല നിറത്തിലുള്ള പൂക്കളാണ് നീല ശംഖുപുഷ്പം. അത് കിട്ടുന്നില്ലെങ്കിൽ കടും നിറത്തിലുള്ള ഏതെങ്കിലും പൂക്കൾ അത് സമർപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കാം. ഓറഞ്ച് നിറമാണ് അന്നേ ദിവസം നമ്മൾ ധരിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ഭഗവതിയെ ഏതു നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് നോക്കാം. ഏകവേണി ജപാകർണ പൂരാനഖരസ്ഥിത ലംബോസ്തി കർണികാകർണി തൈലഭ്യക്ത ശരീരിണി വാമപാദോ ഉല്ലാസലോഹ ലതകണ്ഠകഭൂഷണ വർദ്ധന മൂധ്വജ കൃഷ്ണ കാലരാത്രി ഭയങ്കാരി. അർത്ഥം, ഇവിടെ ഭഗവതിയുടെ രൂപത്തെ വർണ്ണിക്കുകയാണ്. ഭഗവതി മുടി ഒറ്റ പിന്നലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒറ്റ പിന്നലിൽ മുടിയുള്ളവളെ, അതുപോലെ ചെവിയിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചവളെ, നഗ്നയായി കഴുതപ്പുറത്ത് ഇരിക്കുന്നവളെ. ഇവിടെ നഗ്നയായി എന്നുദ്ദേശിക്കുന്നത് വസ്ത്രങ്ങൾ നമ്മുടെ 4 ദിശകളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദിശകളാണ് വസ്ത്രങ്ങളായി ഭഗവതി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലൗകികമായ വസ്ത്രങ്ങൾ ഭഗവതി ധരിച്ചിട്ടില്ല, ദിശകളാണ് വസ്ത്രങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കഴുതപ്പുറത്ത് ഇരിക്കുന്നവളെ, നീണ്ട ചുണ്ടുകൾ ഉള്ളവളെ, ചെവിയിൽ കമ്മലുകൾ ധരിച്ചവളെ, ശരീരത്തിൽ എണ്ണ പുരട്ടിയവളെ, ഇടതുകാലിൽ വള്ളിച്ചെടി പോലെയുള്ള ലോഹമുള്ളുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിച്ചവളെ, ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവളെ, കടും നീല നിറത്തിലുള്ളവളെ, ദുഷ്ടന്മാർക്ക് ഭയങ്കരമായ കാളരാത്രി ദേവി, അവിടുത്തെ ഞാൻ വണങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ദേവിയുടെ ധ്യാന ശ്ലോകമാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണിത്. ഈ ശ്ലോകം നമുക്ക് നവരാത്രിയുടെ 7ാമത്തെ ദിവസം 21 തവണ, 9 തവണ, 108 തവണ, 1008 തവണയൊക്കെ ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ചില ദേവി ഉപാസകര് ഈ ദേവിയെ ഉപാസിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അവര് ചില മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വളരെ വളരെ ഐശ്വര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. കാരണം വളരെ ശക്തിയേറിയ ഒരു ഭഗവതിയാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സാധാരണ ആ ദേവി ഉപാസകർ ചെയ്യുന്ന അത്രയും കഠിനമായ കാര്യങ്ങളൊന്നും ചെയ്യാനായി സാധിക്കുകയില്ല. നമുക്ക് സാധാരണ പോലെ ഭഗവതിയെ ഈ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഭഗവതിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദേവിയോട് അപേക്ഷിക്കാം. ശനിദശാകാലത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഇനി ഇത്രയും ശ്ലോകം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓം കാളരാത്രി നമ എന്ന് ജപിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.